ഗുഡ് ഈവനിങ് ബി ടി കേഷ് ഫാമിലീസ്. ഇന്നത്തെ ട്രെയിനിങ് വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റാബിറ്റിയെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് INR ആക്കാം, അതായത് ഇന്ത്യൻ റുപ്പീസ് ആക്കാം. ഇതിനു മുമ്പ് നമ്മൾ മെറ്റാബിറ്റി ട്രൈഡ് ചെയ്ത് USDT ആക്കുന്ന വിധം ഇതിന് മുമ്പത്തെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോയിൻ സ്റ്റോറിൽ കിടക്കുന്ന USDTയെ നമ്മൾ എങ്ങനെ INR ആക്കാം എന്ന് നോക്കാം. നമ്മുടെ കോയിൻ സ്റ്റോറായ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ട്രൈഡ് ചെയ്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ പല പ്രാവശ്യമായി ട്രൈഡ് ചെയ്ത് വെച്ചിരുന്ന USDT അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് ബാലൻസ് ഏകദേശം 45.56 USDT ഇവിടെ കിടപ്പുണ്ട് എൻ്റെ വാലറ്റിൽ. ഈ USDTയെ നമ്മൾ ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ INRലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അത് ഇന്ത്യൻ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോവുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യൻ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഞാനിവിടെ കൊണ്ടുപോകുന്നത് കോയിൻ പാർക്ക് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ മെറ്റാബിറ്റി ആദ്യം ലിസ്റ്റ് ചെയ്ത എക്സ്ചേഞ്ചാണ് കോയിൻ പാർക്ക്, അതിലേക്കാണ് ഞാനിവിടെ കൊണ്ടുപോകുന്നത്. അതിന് നമുക്കിവിടെ USDTയുടെ റിസീവ്, അതായത് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും അവിടെ റിസീവ് അഡ്രസ്സ് ചോദിക്കും. ആ അഡ്രസ്സ് നമ്മൾ കോയിൻ പാർക്കിൽ പോയി നമ്മൾ കോപ്പി ചെയ്യണം. ഇവിടെ നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് വിഡ്രോ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ഞെക്കുന്ന സമയം അതിൽ 2 ഓപ്ഷൻ കാണിക്കും. ഓൺ ചെയിൻ, താഴത്ത് ഇൻറ്റേർണൽ. അതിൽ ഏറ്റവും മുകളിലത്തെ ഓപ്ഷനാണ് ഞെക്കേണ്ടത്. ഓൺ ചെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഞെക്കുന്ന സമയം ഇവിടെ നമുക്ക് ചോദിക്കും റിസീവ് അഡ്രസ്സ്, വിഡ്രോവൽ അഡ്രസ്സ് ചോദിക്കും. ആ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോയിൻ പാർക്കിലെ ഡിപ്പോസിറ്റ് അഡ്രസ്സാണ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് BEP20 TRX20 നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് TRX20 നമ്മുടെ കോയിൻ പാർക്ക് ഓപ്പൺ ചെയ്തു. അതിൽ നമ്മുടെ വാലറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയം, അതുപോലെ തന്നെ കോയിൻ പാർക്കിൽ KYC അപ്രൂവൽ ആയിരിക്കണം. ഈ 3 ഓപ്ഷനും നിങ്ങൾക്ക് പച്ച കത്തി കിടക്കുന്നുണ്ടാവണം. അതിൽ AML വെരിഫിക്കേഷൻ നിർബന്ധമാണ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. AML വെരിഫിക്കേഷൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല, നമ്മുടെ ഒക്കുപ്പേഷൻ ചോദിക്കും, സോഴ്സ് ഓഫ് ഇൻകം ചോദിക്കും, ഇൻകം റേഞ്ച് ചോദിക്കും, ട്രേഡിംഗ് എക്സ്പീരിയൻസ് ചോദിക്കും. ഇത്രയും ഓക്കെ നമ്മൾ ഇതേപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് താഴത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു 2-3 മിനിറ്റിന് ശേഷം അപ്രൂവൽ ആയിക്കോളും. കാരണം PML ആക്ട് പ്രകാരം ഇതൊക്കെ നമ്മൾ വെരിഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഇതെല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 3 സ്ഥലത്തും നമുക്ക് പച്ച കത്തി കിടക്കും. ഓക്കെ, നമുക്ക് വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. USDT നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ USDTയുടെ റിസീവ് അഡ്രസ്സ് നമുക്കിവിടെ ആവശ്യമാണ്. അതിന് നമുക്ക് റിസീവ് അഡ്രസ്സ് ഇവിടുന്ന് കോപ്പി ചെയ്യണം. നമ്മൾ വാലറ്റിലേക്ക് പോകുന്നു. അവിടെ വാലറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ മുകളിലുണ്ടാകും. ആ സ്പോട്ട് ക്ലിക്ക് ചെയ്യുന്നു. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് കോയിൻ എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ USDT എന്ന് ടൈപ്പ് ചെയ്യുന്നു. USDT ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഡിപ്പോസിറ്റ് ബട്ടൺ കാണാം. ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ USDT ചൂസ് നെറ്റ്വർക്ക് BEP20 TRX20 യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ TRX20 ആണ് എടുക്കുന്നത്. TRX20 നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴത്ത് QR കോഡോട് കൂടി നമുക്ക് അഡ്രസ്സ് കാണിക്കും. ഈ അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് നേരെ കോയിൻ സ്റ്റോറിലേക്ക് പോയി വിഡ്രോവൽ എന്ന് പറഞ്ഞ ആ അഡ്രസ്സിൻ്റെ അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തു. അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് നെറ്റ്വർക്ക് ചോദിക്കുന്ന സമയത്ത് TRX20 ചോദിക്കുന്നു, എമൗണ്ട് 45 അടിക്കുന്നു. ഓക്കെ, വിഡ്രോവൽ കൊടുക്കുക. ഇവിടെ വിഡ്രോവൽ കൊടുക്കുന്ന സമയത്ത് OTP നമ്മൾ കോയിൻ സ്റ്റോറിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഏതാണോ ആ ഇമെയിലിലേക്ക് OTP വരും. ആ OTP നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് വിഡ്രോവൽ സക്സസ് ആകും. ഇവിടെ എനിക്ക് OTP കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പത്തെ വിഡ്രോവൽ ഞാൻ കോയിൻ പാർക്കിലെ റിസീവ് അഡ്രസ്സ് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അതെങ്ങനെയാണ് സേവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കോയിൻ വിഡ്രോവലിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, മുകളിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു കോൺടാക്റ്റിൻ്റെ ചിഹ്നം ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് ആഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞുണ്ടാവും. അത് ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോയിൻ പാർക്കിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന റിസീവ് അഡ്രസ്സ് ആ നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത്, ഏത് നെറ്റ്വർക്കാണോ, ഇവിടെ ഇപ്പോൾ TRX20 ആണ് ഞാൻ
എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ TRS-20ൽ ആ നെറ്റ്വർക്കിൻ്റെ സ്ഥലത്ത് നമ്മൾ നെറ്റ്വർക്ക് സെലക്ട് ചെയ്തു. അവിടെ നമ്മൾ വിഡ്രോ അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. റിമാർക്കിൻ്റെ അവിടെ കോയിൻ പാർക്ക്, നമ്മുടെ കോയിൻ പാർക്ക് ഏത് എക്സ്ചേഞ്ച് ആണോ ആ എക്സ്ചേഞ്ചിൻ്റെ പേര് നിങ്ങൾ കൊടുക്കുക. ഇവിടെ കോയിൻ പാർക്ക് കൊടുത്തു. ആഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയം എനിക്ക് OTP പോകും. ഇവിടെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് മാത്രമേ നമുക്ക് OTP ചോദിക്കുകയുള്ളൂ. പിന്നീടുള്ള വിഡ്രോവൽ ടൈമിൽ OTP ചോദിക്കാതെ ഡയറക്റ്റ് വിഡ്രോവൽ ആയിക്കോളും. ഇല്ലെങ്കിൽ എല്ലാ സമയത്തും വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് OTP നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, കണ്ടോ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് കിടക്കും, വെരിഫൈ ആയി എന്ന് കിടക്കും. അതുകൊണ്ടാണ് OTP ചോദിക്കാഞ്ഞത്. നമുക്കിനി നമ്മുടെ കോയിൻ സ്റ്റോറിൽ നിന്നും കോയിൻ പാർക്കിലേക്ക് പോയോ എന്ന് നോക്കാം. ഇവിടെ 45.56 തന്നെ കാണിക്കുന്നു. ഇതുവരെ വിഡ്രോവൽ ആയില്ല. വിഡ്രോവൽ സക്സസ് ആകുമ്പോഴത്തേക്കും ഇവിടെ 0 വരും. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ആകും. എല്ലാം ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂസോ ഇല്ലെങ്കിൽ നെറ്റിൻ്റെ സ്ലോയോ ഒന്നുമില്ലെങ്കിൽ വളരെ ഫാസ്റ്റാണ് ട്രാൻസാക്ഷൻ. പെട്ടെന്ന് തന്നെ കയറിക്കോളും. ഓക്കെ, ഇവിടെ 0 ആയി. അപ്പം ട്രാൻസാക്ഷൻ ഇവിടുന്ന് പോയിട്ടുണ്ട്. കോയിൻ സ്റ്റോറിൽ നിന്നും നമ്മൾ 45.5 USDT കോയിൻ പാർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇനി അത് കോയിൻ പാർക്കിൽ എത്തിയോ എന്ന് നമുക്ക് നോക്കാം. കോയിൻ പാർക്ക് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇല്ല, ഇവിടെ എത്തിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിന് മുമ്പ് ഡിപ്പോസിറ്റ് ചെയ്ത 25 അത് നമുക്ക് കാണാം. അവിടെ റിപ്പോർട്ടിൽ നമുക്ക് കാണാം 25ഉം 60 ഇതിന് മുമ്പ് ഞാൻ കോയിൻ പാർക്കിൽ നിന്നും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വന്നിട്ടുണ്ട് 4003 രൂപ. ആദ്യം 100 ചില്ലറ രൂപ ആദ്യത്തെ എൻ്റെ ബാലൻസും ഇപ്പോൾ വന്നിരിക്കുന്ന എമൗണ്ടും കൂടെ കൂട്ടി 4013 രൂപ അതായത് വന്നിട്ടുണ്ട്. ഇവിടെ കോയിൻ പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി അത് വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ INRൻ്റെ പോർഷൻ്റെ താഴത്ത് മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റ് ക്ലിക്ക് ചെയ്യുക. USDT ബാർ INR എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ സെൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കുക. ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ വന്നിട്ടുണ്ട് 44.56 അതായത് ട്രാൻസാക്ഷൻ ഗ്യാസ് ഫീസ് കഴിച്ചു. ബാക്കിയുള്ള എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 100 പോയിൻറ്റ് മാക്സിമം കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സെൽ ഔട്ട് അടിക്കുന്നു. അപ്പോൾ ഏകദേശം 3912 രൂപ 44.56 USD കണ്ടോ. സക്സസ്ഫുള്ളി പ്ലേസ്ഡ് യുവർ ഓർഡർ. നമ്മുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ആ എമൗണ്ട് ഇപ്പോൾ 3857 രൂപ. അവിടെ ട്രേഡിംഗ് ഫീസ് കഴിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് ബാലൻസ് അവിടെ കാണിക്കുക. 3912 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തതെങ്കിലും അവിടെ ട്രേഡിംഗ് ഫീസ് കഴിഞ്ഞ് 3857 രൂപ നമ്മുടെ വാലറ്റിൽ INR വാലറ്റിൽ കോയിൻ പാർക്കിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിനെ നമുക്ക് വിഡ്രോ ചെയ്യാം. വിഡ്രോൽ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ കാണിക്കും. അത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യുക. നമ്മൾ എമൗണ്ട് താഴത്തെ ഫിയറ്റ് താഴത്തെ എൻ്റെ എമൗണ്ടിന് അവിടെ നമ്മൾ എമൗണ്ട് അടിക്കുമ്പോൾ 20 രൂപ ഗ്യാസ് ഫീസ് അവർ ട്രാൻസാക്ഷൻ അതായത് വിഡ്രോവൽ ഫീസായിട്ട് അവർ പിടിക്കുന്നുണ്ട്. 3857 നമ്മൾ അടിക്കുമ്പോൾ 3837 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. ഇവിടെ കമൻസിൻ്റെ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്രണ്ടിനോ നമ്മുടെ വൈഫിനോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവോ അങ്ങനെ എന്തെങ്കിലും എഴുതാൻ പാടുള്ളൂ. ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് എന്നാണ് അടിക്കുന്നത് കമൻസിൻ്റെ അവിടെ. കമൻസ് അടിക്കൽ നിർബന്ധമാണ്. ഫ്രണ്ടെന്നോ വൈഫെന്നോ റിലേറ്റീവെന്നോ അങ്കിളെന്നോ മദറെന്നോ ഫാദറെന്നോ അങ്ങനെ എന്തെങ്കിലും അല്ലാതെ ക്രിപ്റ്റോയുമായി റിലേറ്റഡ് ആയിട്ട് ഒരു വേർഡ് നമ്മളോട് ടൈപ്പ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് സെൻഡ് കോഡ് എന്നുള്ള ബട്ടൺ നമ്മൾ ഞെക്കുക. അപ്പം കോയിൻ പാർക്കിൽ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് OTP വരും. ആ OTP നമ്മളിവിടെ അടിച്ചു കൊടുത്ത് വിഡ്രോൾ എന്ന് നമ്മൾ അടിക്കുക. കോയിൻ പാർക്ക് എന്നല്ലാതെ നമുക്ക് ഇന്ത്യൻ എക്സ്ചേഞ്ച് ഏത് എക്സ്ചേഞ്ചിലേക്ക് വേണമെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എൻ്റെ ഇമെയിലിലേക്ക് OTP പോയിട്ടുണ്ട്. നമുക്ക് ആ OTP ഒന്ന് എടുത്തു നോക്കാം. എൻ്റെ മെയിൽ തുറക്കുന്നു. അവിടെ കോയിൻ പാർക്കിൻ്റെ OTP വന്നിട്ടുണ്ട്. ആ OTP നമ്പർ നമ്മൾ കോപ്പി ചെയ്ത് കോയിൻ പാർക്ക് എക്സ്ചേഞ്ചിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്യുന്നു. കോയിൻ പാർക്കിൽ കൊണ്ടുപോയി നമ്മൾ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് വിഡ്രോയിൽ എമൗണ്ട് എന്ന് ഞെക്കി വിഡ്രോ വീണ്ടും നമ്മൾ ഒന്നും കൂടെ കൺഫേം ചെയ്യുക. വീണ്ടും ഒന്നും കൂടെ കൺഫേം ചെയ്യുക.
നമ്മുടെ ഇമെയിലിലേക്ക് അവർ കൺഫർമേഷൻ ലെറ്റർ ആയിട്ട് വിട്ടിട്ടുണ്ട്. അതൊന്നും കൂടെ കൺഫേം ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാഷ് കയറുകയുള്ളൂ. ഇമെയിലിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയാണ് ഇത്രയും ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. വിഡ്രോൾ റിക്വസ്റ്റ് വന്നിരിക്കുന്നു. ഇവിടെ അക്സെപ്റ്റ് റിജക്റ്റ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാഷ് കയറുകയുള്ളൂ. ഇപ്പോൾ ഇത്രയും പ്രോസസ്സ് ചെയ്താലേ കോയിൻ പാർക്കിൽ നിന്നും ക്യാഷായിട്ട് നമ്മുടെ ആ ബാങ്കിലേക്ക് വിഡ്രോയിലായി കയറുകയുള്ളൂ. ഇപ്പോൾ താഴത്ത് കോയിൻ പാർക്ക് ഓപ്പൺ ആയി. ഇത് താഴത്ത് എഴുതി കാണിക്കും യുവർ വിഡ്രോൾ റിക്വസ്റ്റ് ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് എഴുതി കാണിച്ചാൽ മാത്രമേ നമുക്ക് ക്യാഷ് അവിടുന്ന് വിഡ്രോ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഏകദേശം 24 മണിക്കൂറാണ് പറയുന്നതെങ്കിലും ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ബാങ്കിലേക്ക് ക്യാഷ് കയറുന്നതായിരിക്കും. ഇപ്പം കണ്ടോ 3 വിഡ്രോയിൽ ഞാൻ 2 വിഡ്രോയിൽ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വിഡ്രോയിൽ 3557 രൂപ ഇൻ പ്രോസസ്സിലാണ്. ഓക്കെ, ഇപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാനത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കയറുന്നത് ടെക്സ്റ്റ് മെസ്സേജ് വന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുക. കണ്ടോ 3837 20 രൂപ അവർ സർവീസ് ചാർജ് പിടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത്. അത് ഇപ്പം കോയിൻ പാർക്ക് ആകണമെന്നില്ല, കോയിൻ സ്റ്റോർ ആകാം, അല്ലെങ്കിൽ കോയിൻ DCX ആവാം. അങ്ങനെ ഇന്ത്യയിൽ PML ആക്ടിൻ്റെ അണ്ടറിൽ വന്നിരിക്കുന്ന ഏത് എക്സ്ചേഞ്ചിലേക്കും ഇതേ രീതിയിൽ നമുക്ക് മാറ്റി വിഡ്രോവൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.